ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. അതിലേക്ക് ലോകതന്ത്രിക് ജനതാദൾ വർഗീസ് ജോർജ്, INL കാസിം ഇരിക്കോ, ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു, കേരള കോൺഗ്രസ് B PM മാത്യു, മുന്നണിയെ പിന്താങ്ങുന്ന മറ്റ് കക്ഷികളും LDFിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജാഥയിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ ചില കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ ഏത് ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കാം, തീയതി പ്രഖ്യാപിച്ചേക്കാം. ഇലക്ഷൻ എപ്പോൾ നടന്നാലും ആ ഇലക്ഷനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്നദ്ധമാണ്. അത് പ്രഖ്യാപിക്കുകയാണ് ഈ ജാഥയിലുടനീളം തടിച്ചുകൂടുന്ന ജനാബലി സാക്ഷ്യപ്പെടുത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി BJP ഗവൺമെൻറ്റിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം. അത് സാധിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. 2004 BJP സർക്കാർ 6 കൊല്ലം ഇന്ത്യ ഭരിച്ചതിന് ശേഷമാണ് വാജ്പേയി സർക്കാർ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിട്ടത്. ആ ഇലക്ഷനിൽ 20 പാർലമെൻറ്റ് സീറ്റിൽ 18 പാർലമെൻറ്റ് സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. കോൺഗ്രസ് ഒരു സീറ്റിലും ജയിച്ചില്ല. കേരളത്തിൽ നിന്ന് UDFന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചുള്ളൂ. ആ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം കിട്ടിയപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് BJPയെ പുറത്താക്കാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം നേടാൻ സാധിച്ചാൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അത് ഉറപ്പുവരുത്താൻ ഇടതുപക്ഷം തന്നെ വിജയിക്കണം. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും BJP മത്സരിക്കുമ്പോൾ ഇതിൽ കോൺഗ്രസ് ജയിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറില്ലേ? അപ്പോൾ അവരെയല്ലേ വിജയിപ്പിക്കേണ്ടത്? അവരല്ലേ മന്ത്രിസഭ രൂപീകരിക്കുക എന്നൊരു വാദം ഇപ്പോൾ ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബദലല്ല. ഇന്നത്തെ പാർലമെൻറ്റിൽ കോൺഗ്രസിന് 44 മെമ്പർ മാത്രമേ ഉള്ളൂ. 2004 CPMന് ഒറ്റയ്ക്ക് പാർലമെൻറ്റിൽ 44 സീറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിന് 64 സീറ്റ് ഉണ്ടായിരുന്നു. ആ കാലത്ത് കോൺഗ്രസിന് തന്നെ 119 സീറ്റ് ഉണ്ടായിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ ദുർബലമായ കോൺഗ്രസിന് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുമോ എന്ന കാര്യം പോലും വ്യക്തമല്ലാത്തൊരു സ്ഥിതിയാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലുള്ളത്. ഇനി കോൺഗ്രസ് ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ സംസ്ഥാനങ്ങളിൽ എവിടെയാണ് കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞത്? ഗോവയിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും ഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷെ അവിടെ മന്ത്രിസഭ രൂപീകരിച്ചത് BJPയാണ്. ജയിക്കുന്ന കോൺഗ്രസ് ഇലക്ഷൻ കഴിഞ്ഞാൽ BJPയിലേക്ക് പോകുന്നു. അങ്ങനെ BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ ജയിക്കുന്ന കോൺഗ്രസ്സുകാർ
അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയിൽ 42 കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. ജയിച്ച 42-ൽ 41 കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയി. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തന്നെ BJPയിലേക്ക് പോയി. അങ്ങനെ അരുണാചൽ പ്രദേശിൽ BJPക്ക് ഭരണം കിട്ടി. കർണാടകത്തിലെ മുമ്പത്തെ മുഖ്യമന്ത്രി SM കൃഷ്ണ ഇപ്പോൾ BJPയിലാണ്. ഉത്തരാഖണ്ഡിലെ മുമ്പത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണ ഇപ്പോൾ BJPയിലാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ലളിതാംബിക പാൽ ഇപ്പോൾ BJPയിലാണ്. ND തിവാരി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ഗവർണറുമായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന ND തിവാരി അവസാനം BJPയിലായിരുന്നു. ഇന്നത്തെ പാർലമെൻറ്റിലുള്ള BJP എംപിമാരിൽ 103 എംപിമാർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ കോൺഗ്രസ്സുകാരാണ് BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ്സുകാർ വരെ കാലുമാറുമ്പോൾ പിന്നെ ഏത് കോൺഗ്രസ്സുകാരനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? എന്നാൽ ഇടതുപക്ഷക്കാരൻ ജയിച്ചാൽ ഒരിക്കലും പാർലമെൻറ്റിൽ BJPക്ക് അനുകൂലമായി കൈവക്കാൻ പോകുന്നില്ല എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തത. ഇടതുപക്ഷക്കാരൻ കാലുമാറൂല. ഇടതുപക്ഷക്കാരൻ്റെ കാല് നല്ല ഉറച്ച കാലാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനകം മനസ്സിലാക്കിയത് കൊണ്ടാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ, RSSനെതിരായ സമരത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ഈ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ മാത്രമേ BJPയെ പുറത്താക്കാൻ സാധിക്കൂ. മോദി സർക്കാർ 5 കൊല്ലം തികക്കാൻ പോകുമ്പോൾ ഈ നാട് എല്ലാ മേഖലയിലും അരക്ഷിതാവസ്ഥയായി. മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുന്നു, വീട്ടിൽ കയറി കൊല്ലുന്നു. ഇടത്ത് ഭാഗത്ത് മുണ്ടുടുത്ത് സഞ്ചരിച്ചാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നവനെ കൊല്ലുന്നു. ജുനൈദ് എന്ന ചെറുപ്പക്കാരനെ അങ്ങനെയാണ് ട്രെയിനിൽ വെച്ച് കൊന്ന് ശവം പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. മുസ്ലിം പള്ളികൾക്ക് ഇവിടെ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ രാജ്യത്തുണ്ടാക്കി. ഒരു മതന്യൂനപക്ഷത്തോട് സ്വീകരിച്ച സമീപനമാണിത്. ക്രൈസ്തവ സഹോദരങ്ങൾക്കും സുരക്ഷിതത്വമില്ല. ക്രൈസ്തവ സഹോദരങ്ങളെ പലയിടത്തും ഭീഷണിപ്പെടുത്തുകയും ക്രിസ്മസ് നാളിൽ കരോൾ പാർട്ടിക്ക് സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഒറീസയിൽ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു. ക്രൈസ്തവ മിഷണറി പ്രവർത്തകനായിരുന്ന ഗ്രഹാം സ്റ്റെയിൻ, അദ്ദേഹത്തെയും കുടുംബത്തെയും ഒറീസയിൽ ചുട്ടുകൊന്നു. RSS ആണ് ഇത് ചെയ്തത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന പോപ്പ് തിരുമേനി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിൽ പ്രവേശനമില്ല. എല്ലാ സഭകളും ചേർന്ന് 2.5 വർഷം മുമ്പ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു, പോപ്പ് തിരുമേനിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം. പോപ്പ് തിരുമേനി ലോകം ആരാധിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു രാഷ്ട്രത്തലവൻ കൂടിയാണ്. വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ തലവനാണ്. ഒരു രാഷ്ട്രത്തലവൻ ഇന്ത്യയിൽ വരണമെങ്കിൽ ഔദ്യോഗിക ക്ഷണമുണ്ടെങ്കിലേ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം പോപ്പ് തിരുമേനി സന്ദർശിച്ചിട്ടും ഇന്ത്യയിൽ വരാൻ അനുവാദം കൊടുത്തില്ല. ക്രൈസ്തവരോട് വിരോധമില്ല എന്ന് BJP പ്രഖ്യാപിക്കും. അത് കാണിക്കാനാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കി. പക്ഷെ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്, പോപ്പ് തിരുമേനിക്ക് ഇന്ത്യയിൽ പ്രവേശനം കിട്ടിയില്ല.
ഇത് RSSന്റെ നയമാണ്. അൽഫോൺസ് കണ്ണന്താനത്തിനും നടപ്പാക്കാൻ കഴിയുള്ളൂ. ഇതാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത രാജ്യമായി. ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് സ്വന്തം ജീവൻ സുരക്ഷിതമല്ല എന്ന് തോന്നാൻ തുടങ്ങി. ജസ്റ്റിസ് ലോയ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അത് കൊലപാതകമാണ് എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിമാർ വരെ നടുക്കം പ്രകടിപ്പിച്ച അവസ്ഥയുണ്ടായില്ലേ? ഇന്ത്യ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ ബുദ്ധിജീവികളെ വെടിവെച്ച് കൊല്ലുന്നു. ഇതാണ് മോദി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം. ഇന്ന് രാജ്യം ഭീതിജനകമായ ഒരവസ്ഥയിലെത്തി. ഭീകരവാദ ശക്തികൾ രാജ്യത്ത് ഭീഷണി മുടക്കിയിരിക്കുന്നു. ഇലക്ഷൻ കാലത്ത് BJPയുടെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ട് രാജ്യസുരക്ഷ ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നായിരുന്നു. അവസാനത്തെ ഭീകരവാദിയെ തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കള്ളപ്പണം ഭീകരവാദത്തിന് ഇടയാക്കുന്നു എന്ന് പറഞ്ഞ് നോട്ട് നിരോധിച്ചു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നിരോധിച്ചു. ഭീകരവാദം ഇല്ലാതായോ? BJP അധികാരത്തിൽ വന്നപ്പോൾ ഭീകരവാദ ആക്രമണം ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. സൈനികർ തന്നെ 1000-ഓളം സൈനികർ വിവിധ സന്ദർഭങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ 4 ധീര ജവാന്മാരാണ് തീവ്രവാദികളുടെ ചാവേർ ആക്രമണത്തിന് വിധേയമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരാണ് നമ്മുടെ രാഷ്ട്രം. ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണം. അതിന് സൈന്യം സ്വീകരിക്കുന്ന നടപടിക്ക് പിന്നിൽ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി സൈന്യത്തിൻ്റെ കൂടെ നിൽക്കും. സൈന്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നില